അമേരിക്ക എസ്കേലിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ? അമേരിക്കയുടെ ആ ഒരു സ്ഥിതി. എസ്കേൽ 38-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ റഷ്യയുടെയും ടർക്കിയുടെയും സുഡാനും ലിബിയയുടെയും എല്ലാവരുടെയും സഹായത്തോടുകൂടി ഇസ്രയേലിനെതിരെ ഒരു അധിനിവേശം നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സീനിൽ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇസ്രയേലിനെ ഡിഫെൻഡ് ചെയ്യുന്നതായി, സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല. എങ്ങനെയാണ് അമേരിക്ക ഇസ്രയേലിനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കുന്നത്? ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഏറ്റവും പ്രോബബിളായിട്ടുള്ള, ഏറ്റവും സാധ്യതയുള്ള കാരണം ദ റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാപണത്തിൻ്റെ സമയത്ത് മില്യൺ കണക്കിന് യഥാർത്ഥ ദൈവമക്കൾ, ശക്തിയും അധികാരവും സ്വാധീനവുമുള്ള അമേരിക്കയിലുള്ള ദൈവമക്കൾ അവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അവരെ എടുത്തു മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് അവിടെ, അതായത് അമേരിക്കയിൽ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു അന്ധകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എസ്കേൽ 38-ലെ ആ ഒരു സീൻ നടക്കുമ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ നമ്മളിന്ന് കാണുന്നത് പോലുള്ള ഒരു ശക്തിയിലോ സ്വാധീനത്തിലോ കാണാതിരിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ കറണ്ട് ഡീൽ, ഈ ഒരു കരാറിനെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഡിപ്ലോമസി, അതായത് നയതന്ത്രവും പ്രശ്നങ്ങളെ കുറച്ചും കൂടെ കുറയ്ക്കുവാനായിട്ടുള്ള രീതിയിലാണ് അവരുടെ ആ ആഗ്രഹം പ്രവർത്തിക്കുന്നത്. അല്ലാതെ ശരിയെന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കാനായിട്ടുള്ള രീതിയിലല്ല. ചരിത്രത്തിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്, എപ്പോഴൊക്കെയാണോ രാജ്യങ്ങൾ ഇസ്രയേലിനോടൊപ്പം നിന്നിട്ടുള്ളത്, ദൈവം ആ രാജ്യങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മറിച്ച് ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രയേലിനെ പറ്റിക്കുകയോ ഇസ്രയേൽ എന്ന ദൈവജനത്തെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അപ്രകാരമുള്ള രാജ്യങ്ങളെയും ന്യായം വിധിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗ്രേറ്റ് ബ്രിട്ടൻ യഹൂദരോട് വാക്ക് പറഞ്ഞതാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ആദ്യം അവർക്ക് ആ രാജ്യം കൊടുക്കുന്ന, ആ ദേശമൊക്കെ കൊടുക്കുന്നത് സംബന്ധിച്ച് ചില വാക്കുകളും ചില കരാറും ഒക്കെയും ചെയ്തതാണ്. അതിനകത്ത് സകലരും ഒപ്പും വെച്ചതാണ്. എന്നിട്ട് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ അവർ യഹൂദരെ ചതിച്ചു. അത് നിമിത്തം ഗ്രേറ്റ് ബ്രിട്ടൻ ദേ ലോസ്റ്റ് ദ സ്റ്റാറ്റസ് ഓഫ് എ ഗ്രേറ്റ് സൂപ്പർ പവർ. ഒരു വലിയൊരു പവർ ആയിരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ, ഇപ്പം ചിലർ പറയുന്ന പോലെ ഗ്രേറ്റ് ബ്രിട്ടൻ ഈസ് നോ ലോങ്ങർ ഗ്രേറ്റ്. അവർ ആ ഒരു ഗ്രേറ്റ്നെസ്സിൽ നിന്ന് എന്നേ വീണുപോയി. അപ്പോൾ ട്രംപിൻ്റെ നിലപാട് ചൈനയിലേക്ക് അദ്ദേഹം പോയതിന് ശേഷവും അതിന് മുമ്പും അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചൈനയിൽ പോയിരുന്നപ്പോൾ ചിലപ്പോൾ തൈവാനെ പറ്റിയുള്ള സംസാരം, പിന്നെ ആഗോളതലത്തിലുള്ള ട്രേഡും ബിസിനസ്സും, എനർജി സപ്ലൈ, പിന്നെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, ഇതെല്ലാം തന്നെ ചില പോളിസികളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഉൾപ്പെട്ടിരുന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ട്രംപ് ചൈനയുടെ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ട്രംപിന് ഇറാനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാടിലും മാറ്റം വന്നത്. കാണുക, അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ടോ, ഇറാൻ കരാറും എസ്കേൽ 38-ഉം തമ്മിലുള്ള ബന്ധം എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.